എന്താടാ നിനക്ക് ഹെൽമെറ്റ് ഇല്ലേ? 1000 ഫൈൻ അടക്കണം. അടച്ചിൽ നീ എന്ത് ചെയ്യും? പോയി എന്റെ അപ്പനോട് അടക്കാൻ പറ. എന്താ പറ്റി? എന്തിനാ ഈ വഴിയിലിരുന്ന് ഇങ്ങനെ കരയുന്നത്? എന്റെ ഭാര്യ അവൾ എന്നെ തല്ലിക്കൊന്നു. കൈ കിട്ടിയതൊക്കെ വെച്ച് എന്നെ പെരുമാറി. അയ്യോ, അതെന്താ? എന്ത് തെറ്റാ നീ ചെയ്തത്? ഒന്നുമില്ല. ഉറക്കത്തിന്റെ ഇടയിൽ ഞാൻ അറിയാതെ വേറെ ഏതോ സുന്ദരിയുടെ പേര് വിളിച്ചു. എന്താണ് ഇപ്പൊ പ്രശ്നം? കാണാൻ വന്നാ കണ്ടിട്ട് പോണം. ചെവി പിടിച്ച് തിരിക്കാനോ കവളത്തു പിച്ചാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല. നീ എന്തിനാ ഇപ്പൊ ആട് വയ്ക്കുന്നത്? ഞാൻ പഠിച്ച പഠിപ്പിന് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ ഏട്ടാ. അതുകൊണ്ട് സ്വന്തമായ ഒരു ആർട്ട് ഫാം അങ്ങ് തുടങ്ങി. ആരുടെ മുന്നിൽ കൈ കെട്ടി നിൽക്കേണ്ട കാര്യം. പക്ഷെ ആട് മേയ്ക്കുന്ന അത്ര ഡീസന്റ് ആയിട്ടുള്ള പരിപാടിയല്ലല്ലോ. ആട് മേയ്ക്കുന്ന കാണാൻ അത്ര ഡീസന്റ് ആയിരിക്കില്ല ഏട്ടാ. പക്ഷെ അതിനുള്ള വരുമാനം ഉണ്ടല്ലോ, അത് നല്ല ഡീസന്റാ. എന്തിനാ ലഡു നീ ഇവിടെ വന്നത്? യുദ്ധം നടക്കുമല്ലേ, പെട്രോൾ ക്ഷാമം ഉണ്ടാവുന്ന അയൽവാസി പറഞ്ഞു. അതുകൊണ്ട് പെട്രോൾ വാങ്ങാൻ വന്നതാ. ശരി, പക്ഷെ എന്തിനാ ഈ പച്ച ഹോസ് പൈപ്പ് ലഡു? ഇതിലൂടെ ഒഴിച്ചാൽ നേരെ ഞങ്ങളുടെ വീട്ടിലെ ബാരലിൽ ചെന്ന് നിറയും. ഇനി 6 മാസത്തേക്ക് ഒരു പ്രശ്നവുമില്ല. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് 500 പെറ്റി അടക്കണം. ഞാൻ ഈ കുഴിയിലൂടെ വണ്ടി ഓടിച്ചു വന്നു. അതിന് 1000 പെറ്റി ആദ്യം താ, അതിന് 500 തരാം. ബേബി, ഈ കാലത്തെ പെൺകുട്ടികളെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു പെൺകുട്ടിയെ പെറ്റെടുക്കണം, അവളെ ഒരു റൗഡിയെ പോലെ വളർത്തണം. എന്നിട്ട് ഒരു പാവം പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം. അവനെ വല്ലാതെ കഷ്ടപ്പെടുത്തണം. എന്നിട്ട് അവന്റെ കഥ തന്നെ തീർക്കണം.